IFFK എന്ന് പറയുമ്പോൾ ഒരു ഉത്സവമാണ്, ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഫിലിമുകളുടെ ഉത്സവമാണ്. അപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ പാർട്ടായിട്ട് ചേട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ ഏതൊക്കെ ഫിലിംസ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്, അത് മാത്രമല്ല എങ്ങനെയുണ്ട് ഈ ഒരു ഉത്സവ പ്രതീതി? കൂടുതൽ സിനിമകൾ കാണാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ സംഘാടന പക്ഷത്താണ്. അതുകൊണ്ട് ഫുൾ ടൈം സിനിമ കാണാൻ സാധിക്കില്ല. പക്ഷെ പ്രേക്ഷകരുടെ, സിനിമാ പ്രേമികളുടെ റിവ്യൂസ് അറിയാൻ ആഗ്രഹിക്കാറ്. നല്ല മികച്ച അഭിപ്രായങ്ങളാണ് ഓരോ പ്രേക്ഷകനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിനകത്ത് വലിയ പ്രയാസങ്ങളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കുന്നില്ല. ഇടക്കാലത്തൊക്കെ ഈ ഓൺലൈൻ ബുക്കിങ്ങിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുക, അത് ഇത്തവണ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംഘാടകൻ എന്ന നിലയിൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. സിനിമ ഞാനൊരു 10 സിനിമ കണ്ടു. 10 സിനിമയിൽ അങ്ങനെ ആക്ച്വലി നമുക്കിഷ്ടപ്പെടാം, എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കാരണം ഇഷ്ടപ്പെടലല്ല ഇതിൻ്റെ ഭാഗമാവുക, ഇതിനെ നോക്കിക്കാണുക, ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ ഉൾക്കൊള്ളുക. അല്ലാതെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമകളല്ല ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. കാരണം നമ്മളുടെ കാഴ്ചകളെ കൂടുതൽ വിശാലമാക്കുക, അതും കൂടിയുണ്ട്. ഈ ഉത്സവങ്ങൾ, ചലച്ചിത്രോത്സവങ്ങളും ഏത് ഉത്സവവും ഇവിടെ ഡിസൈൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ആഘോഷിക്കുക എന്നതല്ല ഉത്സവങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ. പക്ഷേ പുതിയ കാലത്ത് നിങ്ങളുടെ ഒരു തലമുറയ്ക്ക് വന്നപ്പോഴാണ് ഈ വൈബ് എന്നൊരു വാക്കൊക്കെ വന്നത്. കാരണം കൂടുതൽ നമ്മൾ മാനവികതയിലേക്ക് കൂടുതൽ ഇഴകിച്ചേരുക എന്നതാണ്. കാരണം ഞാൻ 95-ലാണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് IFFKയിൽ പങ്കെടുക്കുമ്പോൾ 1000 പേര് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് 30ാമത് IFFKയിൽ എത്തുമ്പോഴേക്കും 12,000-15,000 ഡെലിഗേറ്റ്സ് വന്നു കഴിഞ്ഞു. ഇനിയും വരും, പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്കതിൻ്റെ സൗകര്യങ്ങളില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നവരും ഈ വളരെ വിശാല മനസ്സോടുകൂടി ലോകത്തെ കാണാൻ പഠിക്കുക. ഒരു സംഘാടകൻ എന്ന നിലയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് IFFKക്ക് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഒരു ഫിലിം കോംപ്ലക്സ്, അത് കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാലോ, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനകത്തൊരു ഫിലിം കോംപ്ലക്സ് ആണെങ്കിൽ നമുക്കെല്ലാം ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പോൾ കുറേയും കൂടി അക്കാദമിക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ സുഖമാവും. നമുക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ കുറയും. ഈ പറഞ്ഞ ഡെലിഗേറ്റ്സിനും ഇവിടെ തന്നെ നിന്ന് സിനിമകൾ കാണാൻ സാധിക്കും. ഇപ്പം പലതും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു പോകുന്നവരുണ്ടാകാം. അപ്പോൾ അതാണ് സംഘാടകൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും. അത് സർക്കാരുമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കാരണം ഇനി വരും വർഷങ്ങളിലും സിനിമാ പ്രേമികളുടെ എണ്ണം കൂടുമല്ലാതെ ഒട്ടും കുറയില്ല. അപ്പോൾ ഇപ്പോഴന്നെ ഇവിടുത്തെ തിയേറ്ററുകാരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ്. ഇവിടുത്തെ തിയേറ്ററുകാരെയും സമ്മതിക്കണം. കാരണം അവർക്ക് വലിയ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മെഗാ താരങ്ങളുടെയൊക്കെ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് തിയേറ്റർ തരുന്നത്, അല്ലേ? അപ്പോൾ അവരുടെയും കൂടി സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. സർക്കാരിൻ്റെ 4-6 തിയേറ്റർ മാത്രമേ ഉള്ളൂ, 5 തിയേറ്റർ മാത്രമേ സർക്കാരിൻ്റെ തിയേറ്ററുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ പ്രൈവറ്റ് തിയേറ്ററുകളാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ. അതാണൊരു സംഘാടകൻ എന്ന നിലയിൽ, അക്കാദമി മെമ്പർ എന്ന നിലയിലുള്ള വലിയൊരു സ്വപ്നം. ഇപ്പോൾ പല സിനിമകളും പ്രദർശന അനുമതി കിട്ടിയിട്ടില്ലല്ലോ. ഒരു 19ഓളം സിനിമകൾ ഇപ്പോൾ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രദർശന അനുമതി കിട്ടാത്തത് കൊണ്ട് തന്നെ അത് കാര്യമായി IFFKയെ ബാധിച്ചിട്ടുണ്ട്. എനിക്കതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സാധിക്കും, വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി പറയാൻ സാധിക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രസ് മീറ്റ്, പത്രക്കുറിപ്പ് നിങ്ങൾക്ക് കിട്ടിയോയെന്നറിയില്ല. കിട്ടിയാൽ എനിക്കതിൻ്റെ മറുപടി പറയാൻ പറ്റുമായിരുന്നു. വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് സിനിമാ പ്രേമികൾക്ക്. പക്ഷേ എനിക്കത് പത്രക്കുറിപ്പ് പോകാത്തതുകൊണ്ട് എനിക്കതിവിടെ പറയാൻ സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയാം, ചലച്ചിത്ര അക്കാദമി, കേരള സർക്കാരും സാംസ്കാരിക വകുപ്പും ഈ 30ാമത് IFFK കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായി സിനിമ കാണാനെത്തിയ പ്രേക്ഷകർക്ക്, സിനിമാ പ്രേമികൾക്ക് ഒരു തരത്തിലുള്ള നിരാശയും ഉണ്ടാകാത്ത തരത്തിൽ ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കും.